സോ 10th കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ഐ ടി ഫീൽഡിലോട്ട് വരാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ബിടെക് എടുക്കണോ BCA എടുക്കണോ എന്നാണ് ഫുള്ളി ഡൗട്ട്. സോ നിങ്ങളുടെ ഡൗട്ട് ഫുള്ള് ഈ ഒരു വീഡിയോയുടെ തീരുന്നതാണ്. സോ ഒരു ഭാഗത്ത് നിങ്ങൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നുണ്ടാകും, എനിക്ക് ഡിഗ്രി ഒന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്തുനിന്ന് ഈ കോഴ്സ് എടുക്കൂ, ഇതാണ് ഇനി സ്കോപ്പ്, അതാണ് സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മീഷൻ അടിച്ച് മാറ്റാൻ കരിയർ ഗൈഡൻസിൻ്റെ ആളുകളും വിളിക്കുന്നുണ്ടാകും. സോ റിയാലിറ്റി എന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ IT ഫീൽഡിലോട്ടാണെങ്കിലും ഏത് ഫീൽഡിലോട്ട് പോകുകയാണെങ്കിലും ഇനി നിങ്ങൾക്ക് AI എന്നൊരു സംഭവം ഈ ഒരു IT ഫീൽഡിലോട്ട് മാത്രം ചുരുങ്ങി നിൽക്കേണ്ട ഒരു സാധനമല്ല. IT ഫീൽഡിൽ AI ഫസ്റ്റ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ IT ഫീൽഡിലാണ് കൂടുതൽ ഡാറ്റ ഉള്ളത്. സോ അതുകൊണ്ടും പിന്നെ അത്ര റിസ്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഫസ്റ്റ് IT ഫീൽഡിലോട്ട് വരുന്നത്. എല്ലാ ഫീൽഡും AI എഫക്റ്റ് ആകും. സോ ദാറ്റ് മീൻസ് ഹ്യൂമൻസിനെല്ലാം ജോലി പോകും എന്നുള്ളതല്ല. സോ അതൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ അതിനെ പറ്റിയൊരു വീഡിയോ വേറെ ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ റിയലി പാഷനേറ്റഡ് ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ AI ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% പാഷനേറ്റ് ആണെങ്കിൽ മാത്രം IT ഫീൽഡിലോട്ട് വരാം, അല്ലെങ്കിൽ ഏത് ഫീൽഡാണെങ്കിലും ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ടത്തെ പോലെ കംഫോർട്ട് സോണിൽ ഇരുന്നിട്ട് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. സോ 10th കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങൾ അത്ര കൺഫ്യൂസ്ഡ് ആകേണ്ട, നിങ്ങൾ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബയോളജി സയൻസ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ്. സോ അതെടുത്ത് മാത്രം ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അതോടൊപ്പം തന്നെ നിങ്ങൾ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ നോക്കുക. സോ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. സോ ഇപ്പം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ കുറേ കോഴ്സസ് ഉണ്ട്, BCA BTech അങ്ങനെ കുറേ ഉണ്ട്. സോ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ നിങ്ങൾക്ക് കോളേജ് പോകണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് BTech BCA ഒക്കെ എടുത്ത് കോളേജിൽ പോകാം. ഇപ്പോൾ കോളേജ് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് കോളേജിലൊന്നും പോകേണ്ട. ഇന്നത്തെ കാലത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. സോ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് BCA ഒക്കെ എടുക്കാവുന്നതാണ്. സോ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെയിം വാല്യൂ ആണ് ഇപ്പോൾ. സോ ഇതൊന്നും ആരും പറയില്ല, കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കമ്മീഷൻ അടിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. സോ ഇതാണ് പറയാനുള്ളത്. സോ കോളേജ് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കോളേജ് പോവുക എന്നുള്ളതാണ്. സോ ഇപ്പോൾ കുറേ പരിപാടികൾ ഇറങ്ങിയിട്ടുണ്ട് പിള്ളേരെ പറ്റിക്കാൻ. സോ BCA വിത്ത് സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ BCA വിത്ത് സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതൊക്കെ വെറുതെയാണ്, നിങ്ങളുടെ പൈസ പറ്റിക്കാനാണ്. സോ എനിവേ നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒന്നും ഒരു തേങ്ങയും പഠിക്കാൻ പോകുന്നില്ല, ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ബട്ട് ഡിഗ്രിക്കൊരു വാല്യൂ ഉണ്ട്. സോ നിങ്ങൾക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഡിഗ്രി എടുക്കാൻ പറയുന്നത്. ദാറ്റ് മീൻസ് ഡിഗ്രി ഇല്ല എന്നെങ്കിൽ ജോബ് കിട്ടില്ല എന്നുള്ളതല്ല, ബട്ട് എപ്പോഴും ഡിഗ്രി ഉള്ളത് ബെറ്ററാണ്. സോ ഡിഗ്രി എടുക്കുക, ഡിഗ്രി എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? സോ ഈ ഒരു ആഡ് ഓൺ കോഴ്സസ് ഒന്നും എടുക്കണ്ട. ജസ്റ്റ് BCA ആണെങ്കിൽ BCA എടുക്കുക, BTech ആണെങ്കിൽ BTech CS എടുക്കുക, അത്ര ചെയ്താൽ മതി. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, കോഡിങ് പോലും നേർക്ക് അറിയാത്തവന്മാരാണ് സൈബർ സെക്യൂരിറ്റി, AI, മെഷീൻ ലേണിങ്ങും റോബോട്ടിക്സും ഈ തേങ്ങയൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ജസ്റ്റ് ഇത് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിലും 10th കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ട. സോ പ്ലസ് വൺ പ്ലസ് ടുവിൽ മേ ബി പൈത്തണും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാകും. സ്റ്റിൽ നിങ്ങൾ ഇവരൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്യാനൊന്നും നിൽക്കേണ്ട, അവിടെ ഒന്നും ഒരു തേങ്ങയും പഠിപ്പിക്കാൻ പോകുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഏതെങ്കിലും ആളുകൾ ആഡ് ഓൺ കോഴ്സ് എടുത്തിട്ട് എന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, എടുക്കുക. അത് എടുത്തിട്ട് പ്രശ്നമൊന്നുമില്ല. സോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് വെറുതെ നിന്നിട്ട് കാര്യമില്ല, ആരും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരില്ല. സോ ഇനിയിപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നിൽക്കുന്നവരും നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ NASA ഹാക്ക് ചെയ്യുന്ന ഹാക്കറായിട്ട് തിരിച്ചു വരുന്നില്ല. അവിടെ ഈ സെൽഫ് ലേണിംഗ് തന്നെയാണ്. അതായത് വീട്ടിലിരുന്ന് ചെയ്യുന്ന സാധനം തന്നെയാണ് അവിടെ ചെയ്യുന്നത്, അതിന് നിങ്ങൾ പൈസയും കൊടുക്കണം. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം പഠിക്കുക. സോ കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, സോ ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ്, ലിനക്സ് ബേസിക്സ്, നെറ്റ്വർക്ക് ബേസിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇനിയിപ്പോൾ സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഈ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സോ ഒന്നിനും വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആണ് എല്ലാം പഠിക്കാൻ. സോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പഠിക്കുക. സോ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അത് പഠിക്കുക. അതുപോലെ തന്നെ ഈ IT ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ കയറുക. സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ഇതിലൊക്കെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കയറുക. സോ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ചെയ്യുക. അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ ട്യൂട്ടോറിയൽ കണ്ടു പോയിട്ട് ഒരു കാര്യമില്ല. അത് കാണുക, കണ്ടത് ചെയ്യുക, അത് വെച്ചിട്ട് റിയൽ വേൾഡ് പ്രൊജക്ട്സ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ കോളേജിൽ പോകുന്നവരാണെങ്കിൽ കോളേജിൽ പോവുക, അതോടൊപ്പം തന്നെ സെൽഫ് ലേണിംഗ് ചെയ്യുക എന്നുള്ളതാണ്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെൽഫ് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവർക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഒപ്പം സെൽഫ് ലേണിംഗ് ചെയ്യാവുന്നതാണ്. സോ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ കോളേജ് പോകണ്ടെന്ന് പറയുന്നത് കോളേജ് പോകാതെ വീട്ടിൽ കിടന്നുറങ്ങാനല്ല. കിടന്നുറങ്ങി കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡെവലപ്പറൊന്നും ആവത്തില്ല.
സോ സെൽഫ് ലേൺ ചെയ്യണം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സ് കുറക്കുക എന്നുള്ളതാണ്. കുറേ ഡൗട്ട് ഉണ്ടാകും, ഈ ഡൗട്ടൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് നടക്കും ഒന്നും ചെയ്യാതെ. സോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ആളുകൾ ഞാൻ കുറേ നമ്മളെ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. കുറേ ഡൗട്ടാണ്, ഒന്നും ചെയ്യില്ല, വെറുതെ ഡൗട്ടും നെഗറ്റീവും അടിച്ച് മാത്രം നടക്കുക. പിന്നെ കുറേ ആളുകളുണ്ട് ഈ കോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷന്, സർട്ടിഫിക്കേഷൻസ്, ഇതിനൊക്കെ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. സോ സർട്ടിഫിക്കേഷൻ പിന്നെ ഓക്കെ, നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളതാണ്. സോ എന്തിനാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് നടക്കുന്നത് എനിക്ക് അറിയത്തില്ല. സോ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റാണോ, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റാണോ എന്നൊക്കെ എത്ര പറഞ്ഞു കൊടുത്താലും, ഇതൊക്കെ ഇവിടെ അവിടെ പോയി കഴിഞ്ഞാൽ സെൽഫ് ലേണിംഗ് ആണ് എന്നുള്ള എത്ര പറഞ്ഞു കൊടുത്താലും ഈ ഒരു കാര്യം തന്നെ ചോദിച്ച് നടക്കുന്നുണ്ട്. സോ കാലം കഴിഞ്ഞു ഗൈസ്, സ്പൂൺ ഫീഡിങ്ങിൻ്റെ കാലം കഴിഞ്ഞു. സോ നിങ്ങളിപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ സെൽഫ് ലേണിംഗ് ആണ്. സോ സെൽഫ് ലേണിംഗ് മീൻസ് നിങ്ങൾ സ്വന്തമായിട്ട് അവിടുന്ന് പഠിക്കുക എന്നുള്ളത്. സോ ഒരു 5 ബെഞ്ചും ഇട്ട് ഒരു സാറ് ബോർഡും എഴുതി പഠിപ്പിക്കുന്ന കാലം കഴിഞ്ഞ്, അല്ലെങ്കിൽ IT ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങനെ പഠിപ്പിക്കേണ്ടതല്ല. സോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ് വേണം, നിങ്ങൾ പഠിക്കേണ്ടതാണ്. പിന്നെ കുറേ ആളുകൾ പറയുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ പാഷൻ ഇല്ലാത്തവർക്ക് വരാൻ പറ്റിയതാണെന്നാണ്. ഗൈസ്, സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് IT ഫീൽഡിൽ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. സോ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത്. അല്ലാതെ ഇത് പറ്റാത്തവർക്കുള്ളതല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ത്രൂ ഔട്ട് ദ കരിയർ നിങ്ങൾക്ക് സെൽഫ് ലേൺ ചെയ്ത് അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം. അപ്പോഴൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പഠിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഒരു ജോബിൽ കയറി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് ഓടിയിട്ടൊന്നും കാര്യമില്ല. സോ അവിടെ പഠിപ്പിക്കുന്നില്ല എന്നത് വേറെ കാര്യം. സോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ അതും ഡെവലപ്പ് ചെയ്യുക. സോ കുറേ ഡൗട്ട് ഇങ്ങനെ ചോദിച്ച് നടക്കാതെ, നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ പല ആളുകളുടെയും ഒപ്പീനിയൻസ് അക്സെപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സ്വീകരിക്കാതെ, ആ ഒരു ഫീൽഡിൽ നോളജബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽസ് ആയിട്ടുള്ള പ്രൂവൺ എക്സ്പീരിയൻസ് ഉള്ള ആളുകളിൽ നിന്ന് മാത്രം അഡ്വൈസസ് എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. സോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടത്. സോ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.